ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ ആർമി എക്സാംസ്. അപ്പൊ എല്ലാവരും GD എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുമായിരിക്കും. അപ്പൊ GD എക്സാമിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവാൻ പോവുകയാണ് 10th ജാനുവരി 10th, അതായത് നാളെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. 2 ദിവസത്തേക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് നിങ്ങൾക്ക് അതിൽ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താനുള്ള ടൈമാണ്. എല്ലാവരും അത് നോക്കി ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം. അപ്പൊ ആദ്യം തന്നെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും പറയുവാണ്. കറക്ഷൻ വിൻഡോ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 10 ആണ്, അതായത് നാളെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ ക്ലോസിംഗ് ഡേറ്റ് 12th ആണ്. 12-ാം തീയതി കറക്ഷൻ വിൻഡോ ക്ലോസ് ആവും. ഈ സമയത്തിനുള്ളിലാണ് നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ വരുത്താനായിട്ടുള്ള ടൈം. അപ്പൊ വേഗം എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക. അടുത്തതായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കറക്ഷൻ വിൻഡോ ഫെസിലിറ്റി ഉള്ള സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ്സ് നെയിം, നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത ടൈമിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് എററോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ടൈമാണ്. ഇനിഷ്യൽസിന്റെ ഒക്കെ കാര്യത്തിൽ മിസ്റ്റേക്സ് വരാറില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പേരൻസ് നെയിം, പേരൻസിന്റെ നെയിമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മാറ്റാം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാം. അതുപോലെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫോട്ടോഗ്രാഫും എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക? ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള sc.gov.in ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ക്ലിക്ക് ഓൺ എഡിറ്റ് OTR ഓപ്ഷൻ. എഡിറ്റ് OTR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മേക്ക് ദ നെസസറി ചേഞ്ചസ് ആൻഡ് ദെൻ സേവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ എന്തൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് റിവ്യൂ ഓൾ ദ ഡീറ്റെയിൽസ് കെയർഫുള്ളി ബിഫോർ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് എല്ലാം കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. അത് കഴിഞ്ഞിട്ട് പേ ദ SSC GD കറക്ഷൻ ഫീ യൂസിങ് ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേസ്. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കറക്ഷൻ ആയിട്ടൊരു ഫീസ് ഈടാക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം ആ ഒരു കറക്ഷൻ ഫീയും കൂടെ പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കറക്ഷൻ ഫീ ആണ്. അപ്പൊ ഫസ്റ്റ് ടൈം കറക്ഷൻ ആണെങ്കിൽ 200 rupees ആണ് കറക്ഷൻ ഫീ വരുന്നത്. ഇനി സെക്കൻഡ് ടൈം ആണെങ്കിൽ ₹500 ആണ് കറക്ഷൻ ഫീ ആയിട്ട് അവർ ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫീസിന്റെ കാര്യത്തിലുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അടുത്തത് നോട്ട് റീഫണ്ടബിൾ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് വയ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് ഓർ മൊബൈൽ വാലറ്റ്. അപ്പം ഇത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഫീ ആണ്. അതായത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. കാര്യം നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫീ ആണ്. ഇത് റീഫണ്ടബിൾ അല്ല. 200 rupees ആണ് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ്. മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇത് വൺസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡ് ആണ്. ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പെർമനന്റ് അഡ്രസ്സും അതുപോലെ കറസ്പോണ്ടൻസ് അഡ്രസ്സും. ഈ അഡ്രസ്സിന്റെ കാര്യം അവിടെ പെർമനന്റ്ലി ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആണ്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആപ്ലിക്കേഷൻ നമ്പറും അതും അൺചേഞ്ചബിൾ ആണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ലിങ്ക്ഡ് ടു ആധാർ വെരിഫിക്കേഷൻ. അപ്പൊ ആധാർ വെരിഫിക്കേഷനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടൈം യൂസ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് ചേഞ്ചസ് വരുത്തി എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.